ഹലോ, മഹാഭാരതത്തിലെ ഒരു കഥ കേട്ടാലോ? നമ്മുടെ വിതുരരല്ലേ, നമ്മുടെ ജ്ഞാനിയായ വിതുരർ ജനിച്ച കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ രാജാവെല്ലാം മരിച്ച ശേഷം സത്യവതിയില്ലേ, സത്യവതിക്ക് ഭയങ്കര പേടിയായി. രാജഗോത്രയിൽ നിലനിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചിച്ച് നമ്മുടെ വ്യാസ മഹർഷിയെ വരുത്തിച്ചു. വ്യാസ മഹർഷിയോട് നമ്മുടെ രാജ്ഞിമാരായ അംബികയും അംബാലികയും ഗർഭം ധരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം അംബികയുടെ അടുത്ത് വ്യാസമഹർഷി ചെന്നപ്പോൾ അംബിക അങ്ങ് കണ്ണടച്ചു. അപ്പൊ ജനിച്ചതാണ് നമ്മുടെ ധൃതരാഷ്ട്രം. അംബാലികയുടെ അടുത്ത് ചെന്നപ്പോൾ അംബാലിക അങ്ങ് വിറച്ചുപോയി. അപ്പോ ജനിച്ചതാണ് നമ്മുടെ പാണ്ഡു. അങ്ങനെ പിന്നെ സത്യവതിക്ക് അങ്ങ് പേടിയായിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കാര്യം നല്ല ഓർത്തു കഴിഞ്ഞപ്പോൾ സത്യവതി അവരുടെ ദാസീനെ വ്യാസമഹർഷിയുടെ അടുത്തേക്ക് വിട്ടു. ആ ദാസി ഭയങ്കര ശാന്തയായി വ്യാസമഹർഷിനെ സ്വീകരിച്ചു. അങ്ങനെ ആ ദാസി പ്രീതിപ്പെട്ട് വ്യാസമഹർഷി പറഞ്ഞു, നിനക്ക് ഈ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു പുത്രനെ ഞാൻ ജനിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജ്ഞാനിയും ധർമ്മശീലനും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി ആ ദാസിക്ക് ഉണ്ടായി. അതാണ് നമ്മുടെ വിതുരർ. വിതുരർ അങ്ങനെ ഏറ്റവും ജ്ഞാനിയും ധർമ്മവും പാലിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ രാജ്യം ഒരിക്കലും വിതുരർക്ക് അവകാശപ്പെട്ടതായിരുന്നില്ല. യുധിഷ്ഠിരൻ വരെ പറഞ്ഞിട്ടുണ്ട്, പാണ്ഡവനായ യുധിഷ്ഠിരൻ വരെ പറഞ്ഞിട്ടുണ്ട്, വിതുരർ പറയുന്നത് എല്ലാം സത്യമാണെന്ന്. കാര്യം അത്രയും ധർമ്മശീലനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു വിതുരർ. അപ്പൊ വിതുരരുടെ കഥ, വിതുരരുടെ ജനനത്തിന്റെ കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.